നമസ്കാരം. കേരളത്തിൽ ഹിന്ദുമതത്തെയും ആ മതവുമായി ബന്ധപ്പെട്ട എന്ത് ആചാരങ്ങളെയും പരിഹാസത്തിന് പാത്രമാക്കുന്നവരാണ് കേരളത്തിലെ ജിഹാദി കമ്മ്യൂണിസ്റ്റ് യുക്തിവാദി സംഘങ്ങൾ. ഏറ്റവും ഒടുവിൽ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് പലരും രമണ മഹർഷി, ബുദ്ധൻ, ശ്രീരാമകൃഷ്ണ പരമഹംസർ, സ്വാമി വിവേകാനന്ദൻ എന്നിവരുടെ സമാധിയെ വരെ പുച്ഛിക്കുകയാണ്. ഇവരെല്ലാം മരണത്തെ മുഖാമുഖം കാണുമ്പോൾ സാധാരണ മനുഷ്യരെ പോലെ ഭയന്ന് നിലവിളിച്ചവരാണെന്ന് പറഞ്ഞവരുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഹിന്ദുമതത്തിലെ സമാധി സങ്കല്പത്തെക്കുറിച്ച് ശിവഗിരിയിലെ സ്വാമി സാന്ദ്രാനന്ദ പറഞ്ഞ ചില കാര്യങ്ങളുടെ വീഡിയോ യൂട്യൂബിൽ വൈറലാവുകയാണ്. ആധ്യാത്മിക ആചാര്യന്മാരെല്ലാം ശരീരം ഉപേക്ഷിക്കുമ്പോൾ അവർ മരണപ്പെട്ടു എന്നല്ല, സമാധിയായി എന്നാണ് പറയുക. സമാധിയെക്കുറിച്ച് തെറ്റായ ധാരണകൾ സമൂഹത്തിലുണ്ട്. സാധാരണക്കാർ മരിച്ചു പോകുമ്പോഴും സമാധി എന്ന് തെറ്റായി ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കുമ്പോൾ അതിന് ചേരുന്ന ആളുകൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാവൂ എന്ന് മനസ്സിലാകും. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയാണ് ഇപ്പോൾ സൈബറിടത്തെ ചർച്ച. വീട്ടുകാർ നടത്തിയ രഹസ്യ സമാധിയിലൂടെ വിവാദങ്ങൾ നിറഞ്ഞ ഗോപൻ സ്വാമിയുടെ മൃതദേഹം നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ വീണ്ടും സമാധി ഇരുത്തിയിരിക്കുകയാണ്. കാവുവിളാകത്തെ കൈലാസനാഥ ശിവക്ഷേത്രത്തിനു സമീപത്തൊരുക്കിയ സമാധി പീഠത്തിലാണ് സന്യാസിമാരുടെയും ഹൈന്ദവ സംഘടന പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ വീണ്ടും സമാധി ഇരുത്തിയത്. നേരത്തെ പോലീസ് പൊളിച്ച സമാധി പീഠം പുതുക്കി നിർമ്മിച്ചാണ് ചടങ്ങുകൾ നടത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോലീസ് വിട്ടുകൊടുത്ത മൃതദേഹം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലാണ് നാമജപ ഘോഷയാത്രയായി കാവുവിളാകത്ത് എത്തിച്ചത്. ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയായിരുന്നു മുഖ്യ കാർമ്മികൻ. അംബ ആശ്രമത്തിലെ ആചാര്യ ശങ്കരകൃഷ്ണ സരസ്വതി സൂര്യവംശി, ശിവാനന്ദ ആശ്രമത്തിലെ ശ്രീകല, മരുത്വമലയിലെ ഉണ്ണികൃഷ്ണൻ, സ്വാമി പൂർണ്ണാമൃത ചൈതന്യ, വെള്ളനാട് വിജയാശ്രമത്തിലെ സ്വാമി വിജയൻകുമാർ എന്നിവരായിരുന്നു സഹകാർമ്മികർ. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഗോപൻ സ്വാമിയെ നാട്ടുകാരറിയാതെ നേരത്തെ തയ്യാറാക്കിയിരുന്ന പീഠത്തിൽ വീട്ടുകാർ സമാധിയിരുത്തിയത്. ഇത് വിവാദമായതിനെ തുടർന്നാണ് പോലീസ് സമാധി സ്ഥലം പൊളിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത്. നേരത്തെ പോലീസ് പൊളിച്ച സമാധി സ്ഥലത്ത് കൂടുതൽ വലിപ്പത്തിൽ വീട്ടുകാർ പുതിയ സമാധി പീഠം നിർമ്മിച്ചു. ഋഷിപീഠം എന്ന് പേരിട്ടിരിക്കുന്ന ഇവിടം തീർത്ഥാടന കേന്ദ്രമാക്കുമെന്നാണ് വീട്ടുകാർ അറിയിച്ചത്. ഒരാൾക്ക് മാത്രം ഇരിക്കാവുന്ന അറയിലായിരുന്നു നേരത്തെ സമാധി ഇരുത്തിയതെങ്കിൽ പഴയതിന്റെ ഇരട്ടിയിലധികം വലുപ്പത്തിലാണ് പുതിയ കല്ലറ നിർമ്മിച്ചത്. പീഠപൂജ ചെയ്ത് ഭസ്മവും പച്ച കർപ്പൂരവും ഇട്ട ശേഷമാണ് മൃതദേഹം ഭസ്മം കൊണ്ട് മൂടിയത്. മകൻ സനന്ദൻ ഉൾപ്പെടെ 3 പേരാണ് കല്ലറയിൽ ഇറങ്ങിയത്. 500 കിലോ ഭസ്മവും 50 കിലോ പച്ച കർപ്പൂരവുമാണ് ആദ്യം എത്തിച്ചത്. തികയില്ലെന്ന് കണ്ടതോടെ 1500 കിലോ ഭസ്മവും 200 കിലോ പച്ച കർപ്പൂരവും അധികം വാങ്ങി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ രാസപരിശോധനയ്ക്കായി വിവിധ ലാബുകളിൽ അയച്ചിരുന്നു. ഇതിന്റെ ഫലം കിട്ടാൻ വൈകുമെന്ന് പോലീസ് അറിയിച്ചു. റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂ. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഗോപന്റെ മക്കളിൽ നിന്നും മറ്റു ബന്ധുക്കളിൽ നിന്നും ഇന്നും വീണ്ടും മൊഴി രേഖപ്പെടുത്തുമെന്നാണ് വിവരം.